നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവമായിട്ടാ സിദ്ധുവും ദേവികയും തമ്മിലുള്ള അടുപ്പം എനിക്ക് കാണിച്ചു തന്നത്. സിദ്ധുവിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച പെണ്ണ് തന്നെയാ ദേവിക. അതുകൊണ്ട് ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം എത്ര പരിശ്രമിച്ചിട്ടായാലും നടത്തി കൊടുക്കണം. പെണ്ണ് ഞങ്ങളുടെ സ്വന്തം കുട്ടിയായിരിക്കെ വളയിട്ട് ആ ചടങ്ങ് അങ്ങ് നടത്താം. ശരി, എന്നാൽ നടക്കട്ടെ. ശരി. അല്ല, അനിയത്തിക്കുട്ടിക്ക് എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? പറയാം. സംസാരിക്കാനോ അനങ്ങാനോ ഒന്നും നോക്കണ്ട കേട്ടോ. നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ.
ദൈവമായിട്ടാ സിദ്ധുവും ദേവികയും തമ്മിലുള്ള അടുപ്പം എനിക്ക് കാണിച്ചു തന്നത്. സിദ്ധുവിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച പെണ്ണ് തന്നെയാ ദേവിക. അതുകൊണ്ട് ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം എത്ര പരിശ്രമിച്ചിട്ടായാലും നടത്തി കൊടുക്കണം. ഞങ്ങള് റെഡി. ഇനി ഹരിയാഭിയും കൂടെ വന്നാൽ നമുക്ക് പോവാം. അവരിതുവരെ റെഡിയായില്ലേ? ഇപ്പൊ വരും അമ്മേ. ദേവികയുടെ വീട്ടിൽ കയറിയിട്ട് വേണ്ടേ ആശുപത്രിയിലേക്ക് ചെല്ലാൻ? ഇങ്ങനെ സാമട്ടി നിന്ന ആശുപത്രിയിൽ എത്തുമ്പോ വൈകില്ലേ? അവിടെ സ്മൃതി മാത്രമല്ലേ ഉള്ളൂ. ഹരി, അഭി, ഇങ്ങോട്ട് ഇറങ്ങി വാ. വേഗം വാ. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നാ മതിയായിരുന്നു. അതൊക്കെ നടക്കും. പക്ഷേ അത് നടക്കണമെങ്കിൽ നമ്മുടെ വ്യവസ്ഥ അവിടെ പറയണം. അത് മറക്കരുത്. ആ വ്യവസ്ഥ അവരംഗീകരിക്കൂ. അംഗീകരിക്കണം. അംഗീകരിച്ചേ മതിയാവും. ഹലോ അച്ഛാ. ആ മോളെ, എന്താ അച്ഛാ, ആ ചെക്കൻകൂട്ടൊരു പെണ്ണ് കാണാൻ വന്നോ? വന്നു മാത്രമല്ല വളയിട്ട് വിവാഹത്തിന് വാക്കുറപ്പിക്കുകയും ചെയ്തു. വളയിടയിലും കഴിഞ്ഞു മോളെ. ഈശ്വര, സന്തോഷമായി. എന്നാലും എത്ര പേരുണ്ടായിരുന്നു അച്ഛാ? അല്ല, അവരാരൊക്കെയാ വന്നേ? ചെക്കനോന്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ നീ നന്നായിട്ട് അറിയും. എനിക്കെങ്ങനെ അറിയാനാ? അവര് പണ്ട് മേഘമലയിൽ താമസിച്ചിരുന്ന മോളെ. അച്ഛന്റെ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു, രവീന്ദ്രൻ നായര്. മോൾക്ക് ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. പട്ടാള മാമൻ. ആ മാമന്റെ മോന്റെ മകൻ ആ ചെക്കൻ, സോമശേഖരൻ നായരുടെ മോൻ. ആനന്ദൻ. കുട്ടിക്കാലത്ത് ദേവുവിന്റെ കൂട്ടുകാരനായിരുന്ന ചെക്കൻ. അത് തന്നെ ആള്. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഫോണിലൂടെ ചെക്കന്റെ അമ്മ വിമല എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴേ ആ വിമല നമ്മുടെ വിമലയാന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. വിമലയും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? അവരവിടെ നിന്ന് പോയതിനു ശേഷം ബന്ധമൊന്നും ഇല്ലാതായി. എന്തായാലും ഞാൻ അവരെ ഇപ്പൊ തന്നെ വിളിക്കാം. നീ ഡ്യൂട്ടിയിലായിരിക്കുമെന്ന് കരുതിയാ അവര് തന്നെ വിളിക്കാത്തത്. രാത്രി നിന്റെ ഡ്യൂട്ടി കഴിയുന്ന നേരത്ത് വിളിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഡ്യൂട്ടി കഴിയാനൊന്നും നിൽക്കണ്ട, ഞാൻ വിളിച്ചോളാം. അല്ല, ദേവിക എന്തു പറഞ്ഞു? അത് പിന്നെ അവനും അവളും ബാല്യകാല സുഹൃത്തുക്കളല്ലേ. നമുക്കിനി വിവാഹം നടത്തി കൊടുക്കുകയേ വേണ്ടു. അല്ല, കല്യാണം എന്ന് നടത്തുന്ന അവര് പറഞ്ഞേ? അത് പിന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാം. ദേവിക അടുത്തുണ്ടോ അച്ഛാ? അവളകത്തുണ്ട് മോളെ. അല്ല, ഗോപിക വിളിച്ചിട്ട് ഇന്നലെ മുതൽ കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി? അവൾക്ക് സുഖമില്ലേ? അത് പിന്നെ അവളും ഋഷിയും വിവാഹം കഴിഞ്ഞിട്ട് പുതുമോടിയിലല്ലേ, എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. അവള് വിളിച്ചോളും. അവള് വിളിക്കുവാണെങ്കിൽ അവളോടൊന്ന് വിളിക്കാൻ പറയണേ അച്ഛാ. പറയാം, നീ വെച്ചോ. ബാക്കിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ശരി അച്ഛാ, ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.